ഓണാട്ടുകരയുടെ ഓർമ്മകളിൽ നിന്ന് ഒരു ചെറുകവിതാത്മക എഴുത്ത്. അവിടെ എന്റെ അമ്മയുടെ വീടായിരുന്നു. ഓണാട്ടുകരയുടെ ശാന്തതയിലായി നിലകൊണ്ട വീടായതിനാൽ ആ വീടിന്റെ ഓർമ്മ ഇന്നും മനസ്സിൽ നിറയെ തെളിഞ്ഞു നിൽക്കുന്നു. കിഴക്കുവശത്ത് കാണാവുന്ന ദൂരത്തിൽ നെൽവയലുകൾ, വടക്കുവശം വയലിനിടയിലൂടെ കിഴക്കോട്ടേക്കുള്ള ചുവന്ന മണ്ണിൽ പടർന്നുവന്ന ഒരു നടപ്പാത, തെക്കുവശത്ത് കിഴക്കിൽ നിന്നു പടിഞ്ഞാറേക്ക് ഒഴുകുന്ന ഒരു ചെറിയ തോട്. ആ തോടിലൂടെ ഇരുണ്ട വെള്ളം കാലത്തിന്റെ ഗതിപോലെ ഒഴുകിയിരുന്നു. ആ തോട്ടിലൊളിഞ്ഞു ജീവിച്ചിരുന്ന ചെറിയ തവളകളും വലിയ കുട്ടത്തി തവളകളും. തവളകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതും വെള്ളത്തിൽ നീന്തുന്നതും കുട്ടിക്കാലത്ത് കൗതുകമുള്ള കാഴ്ചയായിരുന്നു. രാത്രിയിൽ പെട്രോമാക്സിന്റെ വെളിച്ചം തൊട്ടിന്റെ അരികിൽ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വളർന്നുകഴിഞ്ഞാണ് മനസ്സിലായത്. ആ ഓർമ്മകളിൽ ഏറ്റവും ആദ്യം തെളിഞ്ഞത് ഞാൻ ഏകദേശം 5 വയസ്സുള്ളപ്പോഴായിരുന്നു. വീട് പുതുക്കിക്കൊണ്ടിരുന്ന കാലമായിരുന്നെങ്കിലും അത് ഇന്നും എന്റെ ഓർമ്മയിൽ അറയും നിരയും അടങ്ങിയ ആ പഴയ വീടായി നിലകൊള്ളുന്നു. വീട് കിഴക്കോട്ടാണ് മുഖം. മുന്നോട്ട് നോക്കിയാൽ പശുതൊഴുത്ത്. വടക്കോട്ട് ദർശനമായി തെക്കൊരു ചെറിയ പള്ളി നിലകൊണ്ടിരുന്നു. അവിടെ ഒരാൾ ഒരിക്കൽ ജീവിച്ചുപോയതിന്റെ ശാന്തമായ സാന്നിധ്യം അനുഭവപ്പെട്ടു. അവിടെയായിരുന്നു എന്റെ മുത്തച്ഛൻ. ഓണാട്ടുകരയുടെ പള്ളികളിലേക്കും പരിസരങ്ങളിലേക്കും ദീർഘദൂര ശുശ്രൂഷയിലേർപ്പെട്ടിരുന്ന ഒരനുഗ്രഹീതൻ. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല. എങ്കിലും വളരെയധികം അനുഭവപരിചയമുള്ളവരായ ബന്ധുക്കൾ പറഞ്ഞ ആശയസമ്പന്നമായ കഥകളിലൂടെ അദ്ദേഹത്തിന്റെ മുഖം എന്റെ മനസ്സിൽ രൂപം കൊണ്ടിട്ടുണ്ട്. വലിയ മുത്തച്ഛന്റെ പേരിനടിയിലുണ്ടായിരുന്നു കത്തനാർ എന്ന ബഹുമാനം. കുടുംബത്തിൽ ഒരാൾ കത്തനാർ ആയിരുന്നു എന്നത് എനിക്ക് അഭിമാനമായി തോന്നി. കടമറ്റത്തു കത്തനാർ എന്നൊരു അത്ഭുത മനുഷ്യനുണ്ടായിരുന്നു എന്ന് അമ്മമ്മ പറഞ്ഞ ഒരു കഥ ഇന്നും എന്റെ മനസ്സിൽ അതുപോലെ തന്നെ നിലകൊള്ളുന്നു. അമ്മമ്മയുടെ ആ വാക്കുകൾ കൊണ്ടായിരുന്നു വലിയ മുത്തച്ഛനോടുള്ള ആ ഭക്തിയുള്ള അനുഭവം ആദ്യമായി അന്ന് മനസ്സിൽ തോന്നി. നിശബ്ദതയെ ഞാൻ ശൂന്യതയായി കാണാതെ സ്നേഹസഹചാരിയായി അനുഭവിച്ചു. അതിൽ ചെറിയ പള്ളിയുടെ സ്വാധീനമുണ്ടായിരുന്നിരിക്കാം. എനിക്ക് വടക്കോട്ട് ചുവപ്പുമണ്ണ് റോഡിലൂടെ കുറച്ച് നടന്നു പോകണമായിരുന്നു. പ്രതിദിനം അതുവഴി സ്കൂളിലേക്ക് നടക്കേണ്ടി വന്നിരുന്നു. ആ വഴിയിൽ നിരവധി പഴവൃക്ഷങ്ങൾ കാണാമായിരുന്നു. ചില വൃക്ഷങ്ങളെ തിരിച്ചറിയാമായിരുന്നു, ചിലയെ തിരിച്ചറിയാനാകുമായിരുന്നില്ല. കയറാൻ കഴിയുന്ന ഓരോ വൃക്ഷത്തിലും കയറി പഴങ്ങൾ രുചിച്ചു നോക്കാതെ ഞാൻ വിട്ടുകളയുമായിരുന്നില്ല. ആ വഴിയും ആ മരങ്ങളും അവയുടെ പഴങ്ങളിലുണ്ടായിരുന്ന രുചിയും ചേർന്ന് അത് എനിക്ക് പുസ്തകമില്ലാത്ത ഒരു ആദ്യപുസ്തകമായി മാറിയിരുന്നു. ജീവിതം ആദ്യമായി പഠിപ്പിച്ച പാഠങ്ങൾ അതുവഴി ഞാൻ നേടി. സ്കൂളിൽ നൽകിയ ഉപ്പുമാവ് കഴിക്കാനായി പ്ലേറ്റായി ഉപയോഗിക്കാനായി ഞാൻ വട്ടില ഒളിപ്പിച്ചുവെച്ചത് ഷോർട്ടിന്റെ പോക്കറ്റിൽ. അത് എടുക്കുമ്പോൾ അപ്പൂപ്പൻ വിളമ്പിയിരുന്ന ഉപ്പുമാവ് അയിലയിൽ വെച്ച് കഴിച്ചപ്പോൾ ആ രുചിയിൽ ചേർന്നിരുന്നത് ഒരു സ്നേഹരസമായിരുന്നു. അത് ഇന്നും മറക്കാനാവാത്ത ഒരു പ്രിയമായ ഓർമ്മയായി നിലകൊള്ളുന്നു. വീട്ടിന്റെ അതിരുവരമ്പിൽ ഒരു പൂവരശ്മരം നിലകൊണ്ടിരുന്നു. അത് വലിയ ഇലകളുമായി നിറഞ്ഞിരുന്നു. അമ്മമാർ ആ ഇലകളിൽ ഇഡ്ലി മാവൊഴിച്ച് ആവിയിൽ വേവിക്കുമായിരുന്നു. ഇലയുടെ സ്വാഭാവിക സുഗന്ധം ആ ഇഡ്ലിക്ക് ഒരു പ്രത്യേക രുചിയും ഓർമ്മയുമായിരുന്നു നൽകുന്നത്. ആ സ്കൂളിൽ ഞാൻ 1ാം ക്ലാസ് പൂർത്തിയാക്കി. അവിടത്തെ കളിസ്ഥലം ഇപ്പോഴും മനസ്സിൽ തിളങ്ങുന്നു. പഞ്ചസാര തരികളെപ്പോലെ തെളിഞ്ഞ മണ്ണ് അത് കൈകളിലേക്കും ചെരുപ്പിലേക്കും പടർന്നു കയറുമായിരുന്നു. വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂൾ മാറ്റി. ഈ കുറിപ്പ് എന്റെ ഓർമ്മകളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ആ വീട്, ആ വഴികൾ, ആ ശാന്തത എല്ലാം ചേർന്നൊരു വഴി എനിക്ക് ഏകാന്തത എന്ന സൗഹൃദം കണ്ടെത്താൻ സഹായിച്ചു. നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ഓർമ്മയുടെ ഒരു സ്പന്ദനം പിറവിയെടുത്തെങ്കിൽ അതാണ് ഈ കുറിപ്പിന്റെ ഏറ്റവും വലിയ വിജയം. സ്നേഹപൂർവ്വം എന്റെ ഓർമ്മകളിലേക്കൊരു യാത്ര. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നു.